ജാതി അധിക്ഷേപ വിവാദത്തിൽ കേരള സർവകലാശാല സെനറ്റിൽ പ്രതിഷേധം. ആരോപണ വിധേയയായ ഡീൻ ഡോക്ടർ CN വിജയകുമാരിയെ സെനറ്റ് യോഗത്തിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഇടതംഗങ്ങളുടെ ആവശ്യം. അതിനിടെ ഡോക്ടർ CN വിജയകുമാരിയെ അനുകൂലിച്ച് വിവാദ പരാമർശം നടത്തിയ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും SFI പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും ഉണ്ടായി. വിജയകുമാരി ടീച്ചർ ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുക്കാതെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വ്യാജ ആരോപണമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. തീർത്തും അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ്. വിജയകുമാരി ടീച്ചർക്കെതിരെ ദളിത് പീഡനമാണ്. 15 വർഷമായിട്ട് ടീച്ചർ ദളിത് പീഡനം നടത്തുന്നുവെന്നാണ് ഈ പരാതി. ഈ വിഷയത്തിലേക്ക് അതൊരു അക്കാഡമിക് മെറിറ്റാണ്. അത് ജാത്യധിക്ഷേപം കൊണ്ടാണ് ഈ അധ്യാപിക ഇവിടെയും പറഞ്ഞതായിട്ട് നമ്മുടെ മുന്നിലില്ല. ഇത് കേരള സർവകലാശാലയിലെ പഠിക്കാത്ത വിദ്യാർത്ഥികൾ SFIയുടെ ഹുങ്ക് ഉപയോഗിച്ച് PhD ബിരുദം സമ്പാദിക്കുന്നു. അതിനെതിരെയുള്ള ഒരു ധാർമ്മിക പോരാട്ടമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ഉമേഷ്, എന്താണ് കേരള സർവകലാശാലയുടെ സെനറ്റിൽ ഇന്ന് നടന്ന തർക്കങ്ങളും പ്രതിഷേധങ്ങളും? അതിന് സർവകലാശാലയ്ക്ക് പുറത്തും വാക്കേറ്റം ഉണ്ടായ അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെ ഉമേഷ്? 8:30 ആരംഭിച്ച സെനറ്റ് യോഗം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ സെനറ്റ് യോഗത്തിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും ഈ യോഗത്തിൽ പ്രതിഷേധം തുടരുകയാണ്. 3 MLA അടങ്ങുന്ന അംഗവും പ്രതിഷേധം തുടരുന്നുണ്ട്. അതേസമയം SFI പ്രവർത്തകരും BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലാണ് സർവകലാശാലയ്ക്ക് മുന്നിൽ വാക്കേറ്റമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഡീൻ CN വിജയകുമാരിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്നുള്ള പരാതി ഗവേഷണ വിദ്യാർത്ഥി നൽകിയിരുന്നു. ആ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും CN വിജയകുമാരി സെനറ്റ് അംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ CN വിജയകുമാരിയെ ആ യോഗത്തിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സെനറ്റ് അംഗങ്ങളും പ്രതിഷേധിക്കുന്നത്. ആ പ്രതിഷേധത്തിനിടെയാണ് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാലയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വരികയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്ത് അതിനിടെയാണ് ചില വിവാദ പരാമർശങ്ങൾ കൂടി നടത്തിയത്. കാരണം CN വിജയകുമാരി ടീച്ചർ അത്തരത്തിൽ ജാതി അധിക്ഷേപം നടത്തുന്ന ആളല്ലെന്നും ആ CN വിജയകുമാരി ടീച്ചർ സ്വന്തം വീട്ടിൽ ഒരു ഭക്ഷണം വിളമ്പുന്നയാൾ ദളിത് വിഭാഗത്തിലുള്ള സ്ത്രീയാണെന്നുമുള്ള വിവാദ പരാമർശം നടത്തി. ഇതേ തുടർന്നാണ് SFI പ്രവർത്തകർ ഈ വിഷയത്തിലേക്ക് ഇടപെടുകയും SFI പ്രവർത്തകരും ഈ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ ഏകദേശം 10 മിനിറ്റോളം സർവകലാശാലയ്ക്ക് മുന്നിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. എന്നാലും ഇപ്പോൾ സർവകലാശാലയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർവകലാശാലയുടെ പ്രധാന കവാടം പൂർണ്ണമായി പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട്. ഒപ്പം ID കാർഡ് അടക്കം പരിശോധിച്ച ശേഷം മാത്രമാണ് ഇപ്പോൾ സർവകലാശാലയ്ക്കകത്തേക്ക് വിദ്യാർത്ഥികളെ അടക്കം കയറ്റിവിടുന്നത്. സർവകലാശാലയ്ക്ക് മുന്നിൽ ഈ പ്രധാന കവാടത്തിന് മുന്നിലും ഒപ്പം സർവകലാശാലയുടെ ഓഫീസുകളിലേക്ക് കയറുന്ന കവാടത്തിന് മുന്നിലും പോലീസ് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. SFI പ്രവർത്തകരുടെ മാർച്ചുണ്ട്. 12 മണിയോടുകൂടി SFI പ്രവർത്തകർ ഇങ്ങോട്ട് മാർച്ച് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു സംഘർഷ സാഹചര്യം ഒരു ചുരുങ്ങിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സർവകലാശാല മുന്നിലേക്ക് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും SFI പ്രവർത്തകർ ഇതിന് മുന്നോടിയായി തന്നെ, അതായത് മാർച്ച് നിശ്ചയിച്ചിരുന്നു, അതിനുശേഷം അതിന് മുന്നോടിയായി തന്നെ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും SFI പ്രവർത്തകരും തമ്മിലുള്ള ഒരു വാക്കേറ്റത്തിനും സർവകലാശാല പരിസരം സാക്ഷിയായിട്ടുണ്ട്. ഇപ്പോഴും സെനറ്റ് യോഗത്തിൽ ബഹളം, പ്രതിഷേധം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.